മനുഷ്യപ്പേരുള്ള മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒരു നാട് മുഴുവൻ നടുക്കത്തോടെ തേങ്ങുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു പ്രതികരിക്കണമെങ്കിൽ അവരുടെ മനസ്സിലെ ആ ഒരു പകയുടെ ആഴം എത്രയെന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്തവർ, ഒരുമിച്ച് വിനോദയാത്ര പുറപ്പെട്ടവർ, ഒടുവിൽ ഒരുമിച്ച് പരലോകം പുൽകാൻ വിധിക്കപ്പെട്ട ആ കൂട്ടത്തിൽ തന്നെ അജിതയും റംലയും ആഷയും സുഹ്റയുമുണ്ട്, മുസ്ലിമും ഹൈന്ദവരുമുണ്ട്. എല്ലാവരെയും ഒരുമിച്ചാണ് ആ നാട്ടുകാർ വരവേറ്റത്, ഒരുമിച്ചാണ് പൊതുദർശനം നടത്തിയത്, ഒരുമിച്ചാണ് പറഞ്ഞയക്കുന്നതും. അതിനിടയ്ക്ക് മരണത്തെയും മതം നോക്കി വിലയിരുത്തുന്ന ചില വിഷജീവികളെ കൂടെ നമ്മുടെ നാട് പേറുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. വാൾപ്പാറയിൽ നിന്നുള്ള വാർത്തകൾ കണ്ടത് മുതൽ ശരിക്കും ഉള്ളു പിടഞ്ഞു പോയിരിക്കുകയാണ്. ആ മക്കൾക്ക് നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, കുടുംബത്തിന് നഷ്ടപ്പെട്ട രക്തബന്ധങ്ങൾ, ആ വിദ്യാലയത്തിന് നഷ്ടപ്പെട്ട അധ്യാപകർ, ആ നാട്ടുകാർക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ. ഈ പുതുവർഷ ക്ലാസ് ആരംഭിക്കുമ്പോൾ പാങ്ങിലെ ആ LP സ്കൂൾ കുട്ടികളെ സ്വീകരിക്കാൻ അവിടുത്തെ 9 അധ്യാപകരും ഉണ്ടാവില്ല. സ്കൂൾ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരുമൊക്കെ മൃതദേഹത്തിനരികിൽ കരയുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്തോരം സ്വപ്നങ്ങളാണ് ആ 13-ാം വളവിൽ നിന്ന് വിധി കവർന്നെടുത്തത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ.